കേന്ദ്ര സർക്കാർ നോട്ട് പ്രതിസന്ധിയുടെ പ്രതിസന്ധി മറികടക്കാൻ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ബദൽ മാർഗങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുകയാണ്. ഇതിൽ തന്നെ വളരെ പ്രധാനമായിട്ടുള്ളത് കാർഷിക വായ്പ, അതായത് കാർഷിക വായ്പ എടുത്തവർക്ക് വായ്പ തിരിച്ചടയ്ക്കുന്ന വായ്പയിൽ നിന്ന് കർഷകർക്ക് അനുവദിച്ച വായ്പയിൽ നിന്ന് 25,000 രൂപ വരെ പിൻവലിക്കാമെന്നാണ് ഇപ്പോൾ കേന്ദ്ര ധനകാര്യ സെക്രട്ടറി ശശികാന്ത് ദാസ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വിവാഹ ആവശ്യങ്ങൾക്കായി 2.5 ലക്ഷം രൂപ വരെ ബാങ്കിൽ നിന്ന് പിൻവലിക്കാം എന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ നോട്ട് പ്രതിസന്ധി 9ാം ദിവസവും തുടരുന്ന സാഹചര്യത്തിലാണ് കൂടുതൽ ബദൽ നടപടികളുമായി കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പാണ് ഈ നോട്ട് പ്രതിസന്ധിയിൽ ജനങ്ങൾ കൂടുതലായി ബാങ്കിലേക്ക് എത്തുന്നത് കൊണ്ടാണ്, അതായത് ഒരേ ആൾ തന്നെ വിവിധ സമയങ്ങളിൽ ബാങ്കിൽ എത്തുന്നത് കൊണ്ടാണ് അതായത് ബാങ്കുകൾ പ്രതിസന്ധിക്കിടയാക്കുന്നതെന്നാണ് കേന്ദ്ര ധനകാര്യ സെക്രട്ടറി വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞിരുന്നത്. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഇന്നലെ മുതൽ രാജ്യത്തെമ്പാടും ബാങ്കുകളിൽ പണം പിൻവലിക്കുന്നതിന് വിരലിൽ മഷി പുരട്ടുന്ന സംവിധാനം കൊണ്ടുവന്നിരുന്നു. സംസ്ഥാനത്ത് ആ സംവിധാനം ഇന്നു മുതലാണ് നടപ്പിലായത്. ഇതിന്റെ തുടർ നടപടികളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം പുതിയ ബദൽ നിർദ്ദേശങ്ങളുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. അതിൽ പ്രധാന നിർദ്ദേശങ്ങളിൽ ഒന്ന് ഇതാണ്: വിവാഹ ആവശ്യങ്ങൾക്കായി 2.5 ലക്ഷം രൂപ വരെ ബാങ്കിൽ നിന്ന് പിൻവലിക്കാം. നമുക്കറിയാം, നേരത്തെ ഒരാഴ്ചക്കിടെ ബാങ്കിൽ നിന്ന് പിൻവലിക്കാവുന്ന തുകയുടെ 24,000 രൂപ വരെയാണ് 24-ാം തീയതി പിൻവലിക്കാൻ അവസരം നൽകിയിരുന്നത്. അതോടൊപ്പം തന്നെ പ്രതിദിനം ഒരാൾക്ക് ATM നിന്ന് പിൻവലിക്കാവുന്ന തുക 2,500 രൂപയായിരുന്നു. അത് 2,000 രൂപയായിരുന്നത് പിന്നെ 4 ദിവസങ്ങൾക്ക് ശേഷം 2,500 രൂപയായി വർദ്ധിപ്പിച്ചു. അതോടൊപ്പം തന്നെ ബാങ്കിൽ നിന്ന് പിൻവലിക്കാവുന്ന തുക 4,000 എന്നുള്ളത് 4,500 രൂപയായിട്ടും വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇതിന്റെ തുടർ നടപടികളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം പുതിയ നിർദ്ദേശങ്ങളുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. കർഷകർക്ക് കാർഷിക വായ്പയിൽ നിന്ന് ഒരാഴ്ച 25,000 രൂപ വരെ പിൻവലിക്കാം. അതോടൊപ്പം തന്നെ APMC രജിസ്ട്രേഷനുള്ള വ്യാപാരികൾക്ക് 50,000 രൂപ വരെ പിൻവലിക്കാം. വിവാഹങ്ങൾക്ക് 2.5 ലക്ഷം രൂപ വരെ പിൻവലിക്കാം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. വിള ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കാൻ 15 ദിവസം കൂടി നൽകി എന്നും വിവരവും പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ അസാധുവായ നോട്ടുകൾ മാറ്റാനുള്ള പരിധി 4,500 നിന്ന് 2,000 രൂപയായി കുറച്ചു എന്നുള്ള വാർത്തയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അല്പം മുമ്പാണ് കേന്ദ്ര ധനകാര്യ സെക്രട്ടറി ശശികാന്ത് ദാസ് വാർത്താ സമ്മേളനം നടത്തി കാര്യങ്ങൾ മാധ്യമങ്ങളെ അറിയിച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടി വരുന്നത് കർഷകർക്ക് ആഴ്ചയിൽ അവർക്ക് അനുവദിച്ച വായ്പയിൽ നിന്ന് 25,000 രൂപ വരെ പിൻവലിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിള ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കാൻ 15 ദിവസം കൂടി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അസാധുവായ നോട്ടുകൾ മാറ്റാനുള്ള പരിധി 4,500 നിന്ന് 2,000 രൂപയായി കുറച്ചു എന്നുള്ള നിർദ്ദേശങ്ങളും വരുന്നുണ്ട്. അല്പം മുമ്പാണ് ഇക്കാര്യങ്ങൾ കേന്ദ്ര ധനകാര്യ സെക്രട്ടറി ശശികാന്ത് ദാസ് വാർത്താ സമ്മേളനത്തിലൂടെ മാധ്യമങ്ങളെ അറിയിച്ചത്. നമുക്കറിയാം, നോട്ട് നിരോധനം, അതായത് 500, 1000 നോട്ടുകൾ പിൻവലിച്ചുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം വന്നിട്ട് ഇന്ന് 9ാം ദിവസമാകുന്നു. ഇപ്പോഴും രാജ്യത്തെ ജനങ്ങൾ ക്യൂവിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതായത് നേരത്തെ തന്നെ ആദ്യം 2,000 രൂപയാണ് ബാങ്കിൽ ATM നിന്നും പിൻവലിക്കാനുള്ള പരിധിയായി നിശ്ചയിച്ചിരുന്നത്. അത് ജനങ്ങളുടെ പ്രതിഷേധവും രാജ്യമാകെ പ്രതിസന്ധി രൂക്ഷമാകുകയും ചെയ്ത സാഹചര്യത്തിലാണ് 2,000 എന്നുള്ളത് 2,500 വർദ്ധിപ്പിച്ചു. എന്നിട്ടും പ്രതിസന്ധി തീരാത്ത സാഹചര്യത്തിലാണ് നോട്ട് മാറാൻ എത്തുന്നവരുടെ, ബാങ്കിൽ നിന്ന് നോട്ട് മാറിയെടുക്കാൻ എത്തുന്നവരുടെ വിരലിൽ മഷി പതിപ്പിക്കുന്നത് അടക്കമുള്ള തീരുമാനങ്ങളിലേക്ക് കേന്ദ്ര സർക്കാർ തുനിഞ്ഞത്. അത് തന്നെ പലയിടങ്ങളിലും ഇന്ന് തന്നെ ഏറ്റവും പുതുതായി വാർത്ത വരുന്നത് സംസ്ഥാനത്ത് എത്തിച്ചിരിക്കുന്ന ഈ മഷി, വിരൽ പതിപ്പിക്കുന്ന മഷി കാലപ്പഴക്കം ചെന്നതാണെന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ വിരൽ മഷി പതിപ്പിക്കുന്ന സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു. അതിന്റെ തുടർച്ചയായിട്ട് ഇന്ന് സംസ്ഥാനത്ത് ഈ പദ്ധതി ഇന്ന് മുതലാണ് പ്രാബല്യത്തിലായത്. ഏതായാലും ഇന്നും സംസ്ഥാനത്തെ ബാങ്കുകൾക്ക് മുന്നിൽ നീണ്ട ക്യൂ ആണ് ഉള്ളത്. മാത്രമല്ല, ഈ സംസ്ഥാനത്തെ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത പൊതുമേഖലാ ബാങ്ക് മേധാവികളുടെ, സംസ്ഥാനത്തെ ബാങ്ക് മേധാവികളുടെ യോഗം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ നൽകിയ ഉറപ്പ് എന്ന് പറഞ്ഞാൽ, ബാങ്ക് മേധാവികൾ മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്ന ഉറപ്പ് സംസ്ഥാനത്തിന് ആവശ്യമുള്ള പണം എത്രയും പെട്ടെന്ന് തന്നെ എത്തിക്കുന്നുണ്ട്. മാത്രമല്ല, ഒരാഴ്ചക്കകം 2,500 നോട്ടുകൾ ATMകളിൽ സജീവമായി ലഭിക്കും എന്ന തരത്തിലുള്ള ഉറപ്പുകളാണ് മുഖ്യമന്ത്രിക്ക് യോഗത്തിൽ അവർ നൽകിയിരിക്കുന്നത്. ഏതായാലും പ്രതിസന്ധി ഇപ്പോഴും രൂക്ഷമായി തന്നെ തുടരുകയാണ്. ഈ പ്രതിസന്ധി രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിലാണ് ഓരോ ദിവസവും കേന്ദ്ര സർക്കാർ പുതിയ ബദൽ മാർഗങ്ങളുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഈ ബദൽ നിർദ്ദേശം മുന്നോട്ട് വന്നിരിക്കുന്നത് കർഷകർക്ക് ആഴ്ചയിൽ 25,000 രൂപ, അത് അവർക്ക് അനുവദിച്ച വായ്പയിൽ നിന്ന് പിൻവലിക്കാവുന്ന തുകയുടെ പരിധിയാണ് 25,000 രൂപ വരെ ഉയർത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ വിവാഹങ്ങൾക്ക് 2.5 ലക്ഷം രൂപ വരെ പിൻവലിക്കാം. നമുക്കറിയാം, കേന്ദ്ര സർക്കാരിന്റെ ഈ തീരുമാനം വന്നതിന് ശേഷം ഉത്തർപ്രദേശ് പോലുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മകളുടെ വിവാഹം നടത്താൻ അതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്തു. കഴിഞ്ഞ ദിവസം UP അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഇത്തരത്തിൽ സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ബദൽ നിർദ്ദേശങ്ങളുമായി
മുന്നോട്ട് വന്നിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഈ 9 ദിവസത്തിനിടെ 33 പേരാണ് ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഈ പുതിയ തീരുമാനത്തെ തുടർന്ന് ആത്മഹത്യയും അതോടൊപ്പം തന്നെ ബാങ്കിന് മുന്നിൽ നിന്ന് ക്യൂ നിൽക്കുകയും തളർന്നു വീണ് മരിക്കുകയൊക്കെ ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് ദിവസം ഇപ്പോൾ നമുക്കറിയാം എല്ലാ ദിവസവും കേന്ദ്ര ധനകാര്യ സെക്രട്ടറി മാധ്യമങ്ങളെ കണ്ട് ഓരോരോ നിർദ്ദേശങ്ങൾ മുന്നോട്ട് അറിയിച്ചു, കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിരിക്കുന്ന നിർദ്ദേശങ്ങളെക്കുറിച്ച് മാധ്യമങ്ങളെ അറിയിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഇതാണ് ഇപ്പോൾ പറഞ്ഞത്. വിവാഹങ്ങൾക്ക് 2.5 ലക്ഷം രൂപ വരെ പിൻവലിക്കാം. അതോടൊപ്പം തന്നെ കാർഷിക വായ്പ എടുത്തവർക്ക്, കർഷകർക്ക് 25,000 രൂപ വരെ ആഴ്ചയിൽ പിൻവലിക്കാം. അതോടൊപ്പം APMC രജിസ്ട്രേഷനുള്ള വ്യാപാരികൾക്ക് 50,000 രൂപ വരെ പിൻവലിക്കാം എന്നടക്കമുള്ള നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഏതായാലും സംസ്ഥാനത്തെ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി മുഖ്യമന്ത്രി ഇപ്പോൾ പൊതുമേഖലാ ബാങ്ക് മേധാവികളുമായുള്ള കൂടിക്കാഴ്ച ഏറെക്കുറെ പൂർത്തിയായിരിക്കുന്നതാണ് അറിയാൻ കഴിയുന്നത്. അതിൽ അവർ സംസ്ഥാനത്തെ പൊതുമേഖലാ ബാങ്ക് പ്രതിനിധികൾ മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്ന ഉറപ്പ് സംസ്ഥാനത്ത് ആവശ്യമുള്ളത്ര നോട്ടുകൾ എത്തിക്കുമെന്നാണ്. ഒരാഴ്ചക്കകം ഈ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയുമെന്നാണ് ഈ പൊതുമേഖലാ ബാങ്ക് മേധാവികൾ മുഖ്യമന്ത്രിക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല, 2000-ന്റെയും പുതിയ 2000-ന്റെ 500-ന്റെ നോട്ടുകൾ ATMകൾ മുഖേന ഇന്നു മുതൽ തന്നെ ലഭ്യമാക്കി തുടങ്ങിയിട്ട് ഒരാഴ്ചക്കകം ഈ പ്രതിസന്ധിയും പരിഹരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സൂദനാണ് സമഗ്രമായ വിവരങ്ങൾ ന്യൂസ് റൂമിൽ നിന്ന് തന്നത്. സന്തോഷ്, ഞങ്ങളുടെ പ്രതിനിധി ദില്ലിയിൽ നിന്ന് ചേരുന്നു. സന്തോഷ്, ഈ ബദൽ മാർഗങ്ങളിൽ പ്രധാനമായും ഫിനാൻസ് മിനിസ്ട്രി എന്തൊക്കെ കാര്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്? പ്രത്യേകിച്ച് പാർലമെന്റിൽ ഇക്കാര്യം സജീവമായ ചർച്ചയിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രധാനമന്ത്രി തന്നെ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകണം എന്ന് പ്രതിപക്ഷം ശഠിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു വിശദീകരണം. ഈ ബദൽ മാർഗങ്ങളിൽ പ്രധാനമായും എന്തൊക്കെയാണ് ഊന്നുന്നത്? അരുൺ, രാജ്യസഭയിൽ നോട്ട് നിയന്ത്രണം രാജ്യത്തുണ്ടാക്കിയ പ്രതിസന്ധി ഇപ്പോഴും ചർച്ച തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് കർഷകർക്ക് ചില ഇളവുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് ധനമന്ത്രാലയം രംഗത്തെത്തിയിരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനം കർഷകർക്ക് 25,000 രൂപ വരെ ഒരാഴ്ച പിൻവലിക്കാം എന്നുള്ളതാണ്. അത് കാർഷിക വിള വായ്പയായി ലഭിച്ച തുകയിൽ നിന്നാണ് 25,000 രൂപ ഒരാഴ്ചയിൽ പിൻവലിക്കാനുള്ള അനുവാദം നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കർഷകർക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ അപേക്ഷിക്കാനും അത് പെട്ടെന്ന് ലഭിക്കാനുമുള്ള സൗകര്യം ഏർപ്പെടുത്തുമെന്നും ധനമന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊന്ന്, വിവാഹ ആവശ്യങ്ങൾക്ക് 2.5 ലക്ഷം രൂപ വരെ പിൻവലിക്കാം എന്നുള്ള ഇളവാണ്. വലിയ രീതിയിൽ നേരത്തെ തന്നെ ഒരു പ്രതിഷേധമായി ഉയർന്നു വന്നിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഇത്. വിവാഹങ്ങൾക്ക് ഈ പണം ഇല്ലാത്തത് കാരണം പല സ്ഥലത്തും ബുദ്ധിമുട്ടുകൾ നേരിടുകയും ആത്മഹത്യ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്ത സാഹചര്യം നിലവിലുണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് അത് പരിഗണിച്ചുകൊണ്ടാണ് വിവാഹ ആവശ്യങ്ങൾക്ക് 2.5 ലക്ഷം രൂപ വരെ പിൻവലിക്കാനുള്ള അനുവാദം ധനമന്ത്രാലയം നൽകിയിരിക്കുന്നത്. മറ്റൊരു സുപ്രധാനമായ നീക്കം, ഈ നോട്ട് മാറിയെടുക്കാനുള്ള പരിധി 4,500 രൂപ എന്നുള്ളത് ഇന്ന് അർദ്ധരാത്രി മുതൽ, അതായത് 2,000 രൂപയാക്കി ചുരുക്കി എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അതിന് കാരണമായി പറയുന്നത് ധാരാളമായി പ്രധാന ആവശ്യങ്ങൾ നിറവേറാനുള്ള പണം പിൻവലിക്കാനുള്ള സമയം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ധനമന്ത്രാലയം ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു കാര്യം, ബാങ്കുകളുടെ കയ്യിൽ, സർക്കാരിൻ്റെ കയ്യിൽ ആവശ്യത്തിന് പണമുണ്ട്, നോട്ടുകളുടെ ലഭ്യതാ പ്രശ്നം നിലവിലില്ല എന്ന് സർക്കാർ ഒരു ഭാഗത്ത് വ്യക്തമാക്കെങ്കിൽ കൂടിയും ഈ നോട്ട് മാറി നൽകാനുള്ള പരിധി വെട്ടിച്ചുരുക്കിയത് പണ ലഭ്യത ഇല്ലാത്തതിനാലാണ് എന്നുള്ള കാര്യം ഏറെക്കുറെ വ്യക്തമാണ്. മറ്റൊരു ഇളവ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കാർഷിക വിപണന രംഗത്തുള്ള വ്യാപാരികൾക്ക്, കാർഷികോൽപ്പന്ന വിപണന രംഗത്തുള്ള വ്യാപാരികൾക്ക് 50,000 രൂപ വരെ പിൻവലിക്കാനുള്ള അനുവാദമാണ് നൽകിയിരിക്കുന്നത്. അത് എല്ലാ വ്യാപാരികൾക്കുമില്ല, കാർഷിക ഉൽപ്പന്ന വിതരണ രംഗത്തുള്ള വ്യാപാരികൾക്ക് മാത്രമാണ്. ഇതിൽ രജിസ്ട്രേഷനുള്ള സർക്കാർ വ്യാപാരികൾക്കാണ് ഇത്തരത്തിൽ പണം പിൻവലിക്കാനുള്ള അനുവാദം നൽകിയിരിക്കുന്നത്. അതുകൂടാതെ വിള ഇൻഷുറൻസ് പ്രീമിയം അടക്കാനുള്ള കാലാവധി 15 ദിവസം കൂടി നീട്ടി നൽകിയിട്ടുണ്ട്. പ്രധാനമായും കർഷകർക്ക് പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ഇളവുകളും അതോടൊപ്പം തന്നെ വിവാഹ ആവശ്യങ്ങൾക്ക് പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ഇളവുകളാണുള്ളത്. അതേസമയം തന്നെയാണ് 4,500 രൂപ എന്നുള്ള പരിധി വെട്ടിച്ചുരുക്കുകയും ചെയ്തിരിക്കുന്നത്. അരുൺ, ഈ ബദൽ സംവിധാനം നിലവിൽ ഒരർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ഇത് പ്രതിസന്ധി രൂക്ഷമായിരുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെക്കാൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ്. കർഷകരിലേക്ക് ഊന്നിയുള്ള ഒരു ബദൽ നിർദ്ദേശം അവർ മുന്നോട്ട് വെച്ചതും ഒരുപക്ഷെ അതുകൊണ്ടാകാം. ഇത് എത്രത്തോളം പ്രായോഗികമാകും എന്നാണ് അവിടെ നിന്നുള്ള സാമ്പത്തിക വൃത്തങ്ങൾ നൽകുന്ന സൂചന ഒരർത്ഥത്തിൽ? യഥാർത്ഥത്തിൽ അരുൺ, ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ഇളവുകളും കർഷകരുടെ പ്രതിസന്ധി മറികടക്കാൻ പര്യാപ്തമല്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. പ്രത്യേകിച്ചും വിളവെടുപ്പ് നടക്കുന്ന ഒരു സമയമാണ് ഉത്തരേന്ത്യൻ കാർഷിക മേഖലയിൽ നിലവിലുള്ളത്. ഈ വിള വാങ്ങാൻ അല്ലെങ്കിൽ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ ഇപ്പോൾ ചിലവഴിക്കാൻ ഉള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ കയ്യിൽ പണമില്ലാത്തത് കൊണ്ട് തന്നെ മാർക്കറ്റിൽ ഈ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട്. ഈ കർഷക വ്യാപാര മേഖലയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വ്യാപാരികൾക്ക്
കർഷകർക്ക് ഈ അധികം തുക പിൻവലിക്കാനുള്ള അനുവാദം ഇപ്പോൾ നൽകിയിരിക്കുന്നത് കർഷകരുടെ കയ്യിൽ നിന്നും ഈ വിള ഉൽപ്പന്നങ്ങൾ പണം കൊടുത്ത് വാങ്ങാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയാണ്. പക്ഷേ ഈ വ്യാപാരികൾ ഈ കർഷകരുടെ കയ്യിൽ നിന്നും ഉൽപ്പന്നങ്ങൾ വാങ്ങാനുള്ള സാധ്യതയും വിരളമാണ്. കാരണം സന്തോഷ് തുടരുക. നോട്ട് പ്രതിസന്ധിക്കിടെ കൂടുതൽ കർശന നടപടിയുമായി കേന്ദ്ര സർക്കാർ അസാധുവായ നോട്ടുകൾ മാറ്റിയെടുക്കുന്നതിനുള്ള പരിധി 4500 നിന്ന് 2000 കുറച്ചു. കാർഷിക വായ്പയിൽ നിന്നും കർഷകർക്ക് ആഴ്ചതോറും 25,000 രൂപ പിൻവലിക്കാം. വിവാഹ ആവശ്യങ്ങൾക്ക് 2.5 ലക്ഷം രൂപ വരെ പിൻവലിക്കാമെന്നും കേന്ദ്ര ധനകാര്യ സെക്രട്ടറി നേരത്തെ അറിയിച്ചു. എം സന്തോഷ് ദില്ലിയിൽ നിന്ന് ചേരും. സന്തോഷ്, ഈ ബദൽ മാർഗങ്ങളിൽ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് നിലവിൽ ഉള്ളത്? ഇത് എത്രത്തോളം പ്രായോഗികവുമാണ്? അരുൺ, നോട്ട് അസാധുവാക്കിയ നടപടിക്ക് ശേഷമുണ്ടായ പ്രതിസന്ധി രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിലാണ് പുതിയ ചില നിയന്ത്രണങ്ങളും ചില ഇളവുകളുമായി ധനമന്ത്രാലയം ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം നിലവിൽ 4500 രൂപ ബാങ്കുകളിലെ കൗണ്ടറുകൾ വഴി പഴയ നോട്ടുകൾ അസാധുവായ നോട്ടുകൾ മാറിയെടുക്കും.